അവരാ ഡ്രഗ്സിന്റെ ആൾക്കാരാണോ? അതെ, കൂടെ ജെനിയും ഉണ്ടായിരുന്നു. ഇത്തവണ അവര് വന്നതിൽ എനിക്കൊരു ഗുണമുണ്ടായി. അതെന്താ? എന്താ? എന്റെ മൊബൈൽ കാണുന്നില്ല. ഞാൻ ആ സ്റ്റീഫന്റെ മൊബൈൽ അടിച്ചു മാറ്റി. നിനക്ക് മോഷ്ടിക്കാൻ അറിയാവോ? എനിക്ക് മോഷണം മാത്രമല്ല, അത്യാവശ്യം തരികിട പണികളൊക്കെ അറിയാം. എന്റെ കൂടെ ജീവിക്കാൻ ഞാൻ കുറച്ച് പാടുപെടും. അല്ല, നമ്മളിവിടെ കാറ് നിർത്തിയിട്ടാ അയാളുടെ മൊബൈൽ കാണാനില്ലെന്ന് അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞാ നമ്മള് തിരക്കി വരില്ലേ? വരും. പിന്നെ എന്താ നോക്കി നിൽക്കുവാ? കാർ എടുക്ക്. ബണ്ണി, എന്താ? നിനക്കൊരു ഫ്രണ്ട് ഇല്ലേ? എനിക്ക് ഒന്നല്ല, കുറെ ഫ്രണ്ട്സ് ഉണ്ട്. എന്തേ? അത് ശരിയാണല്ലോ, നിനക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. എനിക്കറിയാവുന്ന നിന്റെ ഫ്രണ്ട്സ് എല്ലാം സാധാരണ ആൾക്കാരല്ല. അവരുടെ പ്രൊഫഷനും ചെറുതല്ല. ബിസിനസ്മാനായ നിനക്ക് എങ്ങനെ ഇവരൊക്കെ പരിചയം? അത് ആക്ച്വലി ഞങ്ങൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാ. എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചവർക്ക് എവിടാണെന്ന് പറഞ്ഞ് എനിക്കറിയില്ല. എനിക്ക് നിന്റെ ആ ഹാക്കർ ഫ്രണ്ടിനെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? ഏത്? അന്ന് ഷോപ്പിങ്ങിന് പോയപ്പോൾ കണ്ടവനോ? അയാളെ തന്നെ. അന്ന് ഞാൻ അവന് ചീത്ത പറഞ്ഞതിന് ശേഷം കോണ്ടാക്ട് ചെയ്തിട്ടില്ല. എന്നാ കോണ്ടാക്ട് ചെയ്യ. ഇപ്പോഴോ? റൈറ്റ് നൗ. എന്തൊരു തണുപ്പ്! ഇതെന്താ തുറക്കാൻ പറ്റാത്തെ? അയ്യോ, ജാമായോ? എന്റെ ഫോൺ. അങ്ങനെ എപ്പോ വരാനാ? ദൈവമേ, ആത്മേട്ടന് ദിവ്യ ദൃഷ്ടി ഉണ്ടാവണേ. ഞാനിവിടെ സ്റ്റക്കായി കിടക്കുവാണെന്ന്. അങ്ങേര് വന്നില്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് തണുത്തുറഞ്ഞ് ചത്തുപോകത്തില്ലേ? ചത്തുപോകാനോ? നീ ഒന്നിങ്ങ് വന്നേ. കഴിഞ്ഞ തവണ പോയ പോലെ ചുമ്മാ പോകാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ചെയ്തു തരുന്ന ജോലിക്ക് പേയ്മെന്റ് തന്നോണേ. എനിക്ക് തരാടാ നാറി. ആദ്യം നീ പറഞ്ഞ പണി ചെയ്യും. കഴിഞ്ഞു. ഇത്രയേ ഉള്ളോ? ലോക്ക് മാത്രം മാറ്റിയാ പോരെ? മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. ഒരു മിനിറ്റ്, ആ വീഡിയോ ഒന്ന് എടുത്തേ. അതെന്താ, ഗോഡൌണോ? അതയാളുടെ ഒരു സീക്രട്ട് പ്ലേസാ. അവര് ഡ്രഗ്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇവിടെയാ. അതുകൂടാതെ അതിനകത്തൊരു ഇമ്പോർട്ടന്റ് ലോക്കർ ഉണ്ട്. ലോക്കറോ? ലോക്കർ. പക്ഷേ ആ ലോക്കറിന്റെ അകത്ത് എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ അതിനകത്ത് വല്ല ബ്ലാക്ക് മണിയോ മറ്റോ ആയിരിക്കും. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചതാ. ഈ ഗോഡൌൺ എവിടെയാ ഉള്ളത്? അതോ, കൗസിക്കയിൽ നിന്നും കുറച്ചുള്ളിലേക്ക് ഒരു പ്ലേസ് ഉണ്ട്, കഫാഡ്. അവിടെയാണ് ഈ ഗോഡൌൺ ഉള്ളത്. Are you sure? Of course, ഞാൻ പോയതാ അവിടെ. അവിടെ ലോക്കർ ഉണ്ട്, പക്ഷേ ഓപ്പൺ ചെയ്യാൻ മാത്രം സാധിച്ചില്ല. നീ അതിന്റെ എപ്പോഴാ പോയത്? അതൊക്കെ ഞാൻ പോയി. ഒരു ദിവസം ദുഷു നിന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചില്ലേ? അന്ന് പോയതാ.
എന്റെ ഫോൺ മാത്രം മതി. ഞാൻ ജീവിതകാലം മുഴുവൻ അതിൽ നിന്നാൽ. നിങ്ങൾ ഇവിടെ കിടന്ന് തുള്ളിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്ത് ചെയ്യണം ഞാൻ പറ? അവളെ കൊന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ എടുക്കണം. അങ്ങനെ ചെയ്തതിൽ അവസാനിക്കുവോ? ഇല്ല. ഈ ഇടസമയം കൊണ്ട് എന്നെ കുറിച്ചുള്ള ഫുൾ ഇൻഫർമേഷൻ അവൾ പോലീസിൽ കൈമാറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് ഓരോന്ന് പ്രവചിക്കാതെ എന്തെങ്കിലും അതിന് പരിഹാരമായി ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. ആരോടാടി നീ കൽപ്പിക്കുന്നത്? എനിക്ക് ബോസിനെ കാണണം. എന്റെ കൊച്ചു, ഞാൻ പറഞ്ഞില്ല അത് നടക്കില്ലെന്നാ. പിന്നെ എന്തോ നാടോ നടക്കുന്നത്? അവളെ കൊല്ലാൻ പറഞ്ഞിട്ട് നിങ്ങൾ കൊല്ലുന്നുമില്ല. വെറുതെ പൈസ എന്നെ വാങ്ങിയ പോരാ, അതിനുള്ള പണിയും ചെയ്യണം. വേറെ വല്ലവരുടെ അടുത്ത് പോയി കാര്യം പറയുമായിരുന്നെങ്കിൽ അവരെപ്പോഴേ അവളെ കൊന്നു തള്ളിയാനെ. തന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ബോസിനെ വിളിക്കണോ? ബോസ് ഇവിടെ ഇല്ല. വരുമ്പോൾ കാര്യം പറഞ്ഞേക്കാം. ഇയാളിപ്പോ പോകാൻ നോക്ക്. ഇല്ല, ഞാൻ ഇന്ന് നിങ്ങളെ ബോസിനെ കണ്ടിട്ടേ പോകൂ. ബോസ് വരുന്നുണ്ട്. ഓടിപ്പോകരുതേ. താൻ തന്ന ക്യാഷ് ഞാൻ എടുത്തിട്ട് വരാം. പേടിക്കണ്ട കുട്ടി. പെൺകുട്ടികളെ ബോസ് കൊല്ലില്ല. അതിന് ബോസ് തിരുത്തി കുറിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് വേഗം ഈ ക്യാഷ് എടുക്കേണ്ട സ്ഥലം വിട്ടോ. TV ഓണാക്കി വെച്ചിട്ട് ഇവളത് എവിടെ പോകും? സത്യഭാമ, ഞാൻ എങ്ങനെ അവിടെ സ്റ്റക്കായെന്ന് ചോദിക്കുന്നില്ലേ? ആ ഡോറ് ഓൾറെഡി ജാമാണ്. അതാണോ ഡോർ അടയ്ക്കാതെ വെച്ചിരുന്നത്? ഞാൻ എന്തുമാത്രം പേടിച്ചെന്നറിയോ? ഞാൻ അവിടെ കിടന്ന് ചത്തു പോകുമെന്ന്. അതെ, ഫുഡ് ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ട്. വിശക്കുമ്പോൾ എടുത്ത് കഴിച്ചോണം. എനിക്ക് 1 മിനിറ്റ്. ഹലോ, പോയോ? ബണ്ണി ഞാനും. ഇതാ, ഞാൻ അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകുക. നിന്റെ പപ്പ ഡ്രോപ്പ് ചെയ്യും. മോള് വാ, പപ്പ കൊണ്ടുപോകാം. ആ,
നീ എവിടെ പോകുവാ? അത്യാവശ്യം എനിക്കൊരാളെ കാണാനുണ്ട്. ആ സൂക്ഷിച്ചു പോയിട്ട് വരണം. നീയും. ഹലോ നിഷ, എനിക്ക് ഫീവറാ, നീ ഇങ്ങോട്ട് വാ. പിന്നെ പപ്പയോട് പറയല്ലേ. പപ്പയോട് പറയില്ലെന്ന് പറഞ്ഞിട്ട് നീ പറഞ്ഞല്ലേ? മോളെ നിഷ, ഇവളുടെ പെട്ടിയും കിടക്കി എല്ലാം എടുത്തോ. ഇനി ഇവിടെ പ്രേമമാണ് മാങ്ങാത്തൊലി എന്ന് പറഞ്ഞ് നിൽക്കണ്ട. നീ എല്ലാം പറഞ്ഞോ? പറയേണ്ടി വന്നു. ചുട്ടു പൊള്ളുന്ന പനിയാ പെണ്ണിന്. അവളുടെ ഒരു പ്രേമം. എന്നോട് കള്ളം പറഞ്ഞു പോകാനും മാത്രം അവൻ നിനക്ക് എന്നാ കൈവശം ആടി തന്നത്? കൈവശമൊന്നും എനിക്ക് തന്നില്ല. ഇത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റാ. അവളുടെ ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. നീ എന്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് വാങ്ങും. ആഹാ, കണ്ടില്ലേ അവളൊരു കൂസലില്ലാതിരിക്കുന്നത്? പപ്പ എന്നെ തല്ലില്ലെന്ന് എനിക്കറിയാം. എന്നാലും എന്റെ മോളെ, നീ പോലും എന്നോട് ഇവളുടെ ഈ കുരുത്തക്കേട് പറഞ്ഞില്ലല്ലോ. അതെന്നോട് ഇവള് പറയരുതെന്ന് പറഞ്ഞത് കൊണ്ടാ. നീ എന്നോട് പറയാതിരുന്നത് കൊണ്ട് ഈ മാസത്തിൽ എന്റെ സാലറിയിൽ നിന്ന് 50% ഞാൻ കട്ട് ചെയ്യുക. എന്നിട്ട് എന്തിയാ എന്റെ പൊന്നാങ്കട്ട സ്നേഹിക്കുന്ന പയ്യൻ ഇതുവരെ നിന്നെ വിളിച്ചില്ലല്ലോ? നിന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അത് ബിസി ആയതുകൊണ്ടായിരിക്കും. എത്ര തിരക്കിലാണെങ്കിലും സ്നേഹിത പെണ്ണിന് വേണ്ടി സമയം കണ്ടെത്തുന്നവനാണ് യഥാർത്ഥ പുരുഷൻ. അതിന് പപ്പയോട് ആരാ പറഞ്ഞ അങ്ങനെയൊക്കെ എന്നെ ഇഷ്ടമാണെന്ന്? വാലും മുറയും മാത്രം കേട്ടിട്ട് വന്നിട്ട് എന്റെ ആത്മേട്ടന് വെറുതെ വഴക്ക് പറഞ്ഞാലുണ്ടല്ലോ. അത് ശരി, അപ്പൊ അവന് നിന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടം? ഞാൻ എന്റെ ലവ് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവൻ നിന്നെ മുതലെടുക്കുവാണ്. പപ്പ ഇവിടെ ഇരിക്കും, ഞാൻ പറയാം. കൊട്ടാരം പോലുള്ള വീട്ടിൽ താമസിക്കുന്ന എന്റെ മോൾ ഇപ്പന്റെ വീട്ടിൽ ചെയ്യുന്നു. സമ്മതിക്കില്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. സമ്മതിച്ചേ പറ്റൂ, ബിക്കോസ് ഐ ലവ് ഹിം. വാ, ഞാൻ പ്രൂഫ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. വാ. ഇത്രയും ഗാർഡ്സിന്റെ കണ്ണ് വെട്ടിച്ചാണ് താൻ അകത്ത് കയറിയത്. ആദ്യം നമുക്ക് ഇതിനകത്ത് ലോക്കർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ക്രിസ്റ്റഫർ സാറ് കൂടുതൽ ഫോഴ്സിനായിട്ട് വന്നോളും. ബദ്രി, look. ആത്മ, be careful. Yes, open up. What is this? Are you okay, Atma? Yes, I'm fine. Sir, ഞങ്ങൾ ലോക്കർ കണ്ടുപിടിച്ചു. അതിനകത്ത് ഒരുപാട് പെൺകുട്ടികളുടെ ഡെഡ് ബോഡീസ് ആണുള്ളത്. Hey, wait. ആത്മ, നിനക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന കണ്ടീഷൻ ആണല്ലോ അല്ലേ? യെസ്, ഐ ക്യാൻ.
സ്റ്റീഫൻ, ആകെ പ്രശ്നമായി. ഇവിടെ ആരൊക്കെയോ വന്ന് സീക്രട്ട് ഏരിയ എല്ലാം കണ്ടുപിടിച്ചു. ഹലോ, Get your head right. സോറി, ഞങ്ങൾ കുറച്ചധികം ലേറ്റായി. നീ ബ്രേക്കിംഗ് ന്യൂസ് കണ്ടോ? ഇല്ല, അപ്പ എന്തോ ന്യൂസ് കിട്ടിയെന്ന് പറഞ്ഞ് ഓടുന്ന കണ്ടു. എടാ, അന്ന് അതാ സ്റ്റീഫന്റെ ന്യൂസാ. അതാണ് തൽക്കാലം ഇത് കാണണ്ട. അയ്യോ താന. എങ്ങനെയുണ്ട്? കുറച്ച് വെള്ളം എന്നാ കുടിക്കേ. ആ ന്യൂസിൽ കാണിച്ചതൊക്കെ സത്യമാണോ? അതെ. ആരാ അതൊക്കെ കണ്ടുപിടിച്ചേ? ഏജൻസ്. അപ്പോൾ ഞാനോ? നമ്മൾ ഇത്രയും നാള് കഷ്ടപ്പെട്ടത് വെള്ളത്തിലായി. അയ്യോ ധന, എടി ധന, എടി കണ്ണു തുറക്കൂ. ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. എങ്ങോട്ടേലും ആരും കണ്ടുപിടിക്കാത്ത ഒരിടത്തേക്ക്. എത്ര നാൾ ഞാൻ ഇങ്ങനെ ഒളിച്ച് ജീവിക്കും? തൽക്കാലത്തേക്ക് അതേ വഴിയുള്ളൂ. ഓ ഷിറ്റ്. വേഗം വേഗം പോ. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഫൈൻ. ബണ്ണി എവിടാ? വേഗം ഇങ്ങോട്ട് വാ. എന്താ? എനിത്തിങ് സീരിയസ്? എനിക്ക് നിന്നെ കാണണം. വേഗം വാ. ധന, ഞാൻ അങ്ങനെ വേഗം വരാൻ പറ്റിയ സ്ഥലത്തല്ല. എന്നാ നീ എവിടാന്ന് പറഞ്ഞാ വരാം. ധന, ഞാൻ ഒരുപാട് ദൂരെയാ. അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് കാണണം. ബദ്രി, ധന, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഇല്ല, എനിക്കിപ്പോ. സ്റ്റീഫൻ മിസ്സിംഗ് ആണ്. ഷേ, ധന, ആരെയാ വിളിക്കുന്നത്? ധനയെ. എന്താ, അവള് കോൾ എടുക്കുന്നില്ലേ? ഇല്ല, ഫോൺ സ്വിച്ച് ഓഫാ. എന്നാലും ആരായിരിക്കും നമ്മളെ ബോധം കെടുത്താൻ വന്നത്? അതറിയില്ല, പക്ഷെ അയാൾ എൻഗേജ്ഡ് ആണ്. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അയാളുടെ വലത് കൈയിലെ മോതിര വിരലിൽ ഒരു റിംഗ് ഉണ്ടായിരുന്നു. കൈ കണ്ട നിനക്ക് മനസ്സിലാകും? അപ്പോൾ ഞാൻ കൈ കണ്ടില്ല. അയാൾ ആ കറുത്ത ഗ്ലൗസ് മാതിരി സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ആരായിരിക്കും? എന്താ? അയാൾ എനിക്ക് നല്ല പരിചയമുള്ളത് പോലെ. എന്നാ വിളിക്കാം. ഹലോ, എന്റെ പൊന്നേ, വേണ്ട, ഇങ്ങോട്ട് വന്നേ. നീ പരിചയമുള്ളത് പോലെ എന്നല്ലേ പറഞ്ഞോളൂ. പരിചയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അയാളുടെ ഹൈറ്റും ബോഡിയൊക്കെ നല്ല പരിചയം. When you hear that sound